മതകാര്യങ്ങൾ പറഞ്ഞ് പട്ടാളത്തെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു നിലപാടാണ് എല്ലായ്പ്പോഴും പാകിസ്ഥാൻ സ്വീകരിക്കുന്നത്. കാരണം മതകാര്യങ്ങളാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു മുൻപന്തിയിൽ നിൽക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്കതിനെ നേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം പട്ടാളത്തെ യുദ്ധമുന്നണിയിലേക്ക് അയക്കുന്നു. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയതെന്ന് നമ്മൾ കരുതുന്നെങ്കിലും ചൈനയുടെ നിഴൽ യുദ്ധമാണ് ഇതിന് പിന്നിലെന്ന് പറയാം. അതായത് ഇന്ത്യ ലോകത്തിലെ വൻ സമ്പദ്ഘടനയിൽ ഒന്നായി മാറുന്നു. അതുപോലെ തന്നെ ഇന്ത്യയെ മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാൻ അമേരിക്ക ശ്രമിക്കുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ചില ടൈഅപ്പുകൾ നടക്കുന്നു. ഇതൊക്കെ തന്നെ ചൈനയെ വല്ലാതെ ആകുലപ്പെടുത്തുന്നുണ്ട്. അതായത് ഇത്രയും നാൾ ചൈനയായിരുന്നു ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബെങ്കിൽ അമേരിക്ക ചൈനയ്ക്കെതിരെ ട്രേഡ് വാർ ആരംഭിച്ചു. ഒരു കാരണവശാലും ചൈനയ്ക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള അവസരം കൊടുക്കരുതെന്ന് അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ ചൈനയാണ് പാകിസ്ഥാന് ആയുധങ്ങളും മറ്റ് കോൺഫിഡൻസും എല്ലാം നൽകുന്നത്. എന്നിട്ട് പറയുന്നു എന്ത് സഹായത്തിനും ഞങ്ങളുണ്ടെന്ന് പറയുന്നു. അപ്പോൾ കുറഞ്ഞ വിലയ്ക്ക് ആയുധങ്ങളും വിമാനങ്ങളെല്ലാം തന്നെ നൽകുന്നു, ഒപ്പം തുർക്കിയും നൽകുന്നു. അപ്പോൾ പാകിസ്ഥാനെ നിർബന്ധപൂർവ്വം ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ തള്ളിവിട്ട് കഴിഞ്ഞാൽ നിലവിൽ മാനുഫാക്ചറിങ് ഹബ്ബായ ചൈനയിൽ നിന്ന് പല കമ്പനികളും ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുന്നു. ഇപ്പോൾ ആപ്പിൾ ഫോണിൻ്റെ കമ്പനി തന്നെ അവർ പറയുന്നു ഇനി ഇതിൻ്റെ എല്ലാ പ്രൊഡക്ഷനും നിർമ്മിക്കുന്നത് ഇന്ത്യയിലായിരിക്കും, ഇന്ത്യയിൽ മാത്രം മതി എന്ന് പറയുന്നു. ഇത് ചൈനയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. മാത്രമല്ല ഈ അമേരിക്ക ചൈനയ്ക്ക് മേൽ 74% 249% വരെ ഈ നികുതി തീരുവ വർദ്ധിപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ചൈനയുടെ പ്രൊഡക്റ്റുകളിൽ 74% വിൽക്കുന്നത് അമേരിക്കയിലാണെന്നും അവർക്ക് ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാനുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണെന്നും ചൈന തിരിച്ചറിഞ്ഞത്. അപ്പോൾ ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റ് എന്ന് പറയുന്നത് അമേരിക്കയാണ്. അപ്പോൾ ചൈനീസ് പ്രോഡക്റ്റുകൾ അവർക്ക് കിട്ടാതെ വന്നാൽ പകരം മറ്റേത് രാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണോ വരുന്നത് ആ പകരമായിട്ടുള്ള പ്രോഡക്റ്റ് അവർ മേടിച്ചു കൂട്ടും. ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തി ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താൻ ചൈന ശ്രമിച്ചു. അതായത് ഷീ ജിൻപിങ് എന്ന് പറയുന്ന അവിടുത്തെ ഭരണത്തലവൻ തന്നെ നിർബന്ധപൂർവ്വം ചില ഇനിഷ്യേറ്റീവ് എടുക്കാൻ അവിടുത്തെ ട്രേഡേഴ്സിനെയൊക്കെ പ്രേരിപ്പിച്ചു. അങ്ങനെ ഇന്ത്യയിലെ വ്യാപാര സമൂഹവുമായി ബന്ധപ്പെട്ട് ചില ടൈഅപ്പുകൾ നടത്തുകയും ഇന്ത്യയിൽ ചൈനീസ് പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ തീരുമാനിക്കണം എന്ന് ആലോചിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ വ്യാപാരികളും യോജിച്ചു. കാരണം അവർക്ക് ലാഭമുണ്ടാകുന്ന പ്രൊജക്റ്റാണ്, ചൈനയ്ക്കും ലാഭമുണ്ട്. അപ്പോൾ ചൈനീസ് പ്രോഡക്റ്റുകൾക്ക് ബ്രാൻഡ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന പേരിൽ ചൈനീസ് പ്രൊഡക്റ്റ് വീണ്ടും അമേരിക്കയിലേക്ക് എത്തും. അപ്പോൾ ചൈനയ്ക്കും നേട്ടമാണ്. അതുകൊണ്ടാണ് BYD കാർ കമ്പനി ഉൾപ്പെടെ ഇവിടെ പ്രൊഡക്ഷൻ ആരംഭിക്കാമെന്ന് ചൈന പറയുന്നത്. ഏതാണ്ട് $1 ബില്യൺ ഇന്ത്യയിൽ നിക്ഷേപിക്കാമെന്നാണ് പറഞ്ഞത്. മാത്രമല്ല ഡ്രാഗണും എലിഫൻറ്റും ഒക്കെ ചേർന്ന് ഒരുമിച്ച് നൃത്തം ചെയ്യേണ്ട സമയമായെന്നൊക്കെ ഷീ ജിൻപിങ് പറഞ്ഞു. അതായത് ചൈനയും ഇന്ത്യയും ഇനി ഭായി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കണം. ഇതൊക്കെ പറയുന്നത് ഇന്ത്യക്ക് സമ്പദ്ഘടനയിലുള്ള മുന്നേറ്റം തകർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ഇന്ത്യയിൽ വ്യവസായ അനുകൂല അന്തരീക്ഷമല്ല എന്ന് വരുത്തി തീർക്കാൻ ചൈനയ്ക്ക് കഴിയും. അപ്പോൾ ഇവിടേക്ക് പ്രൊഡക്ഷൻ മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അതിൽ നിന്ന് പിന്മാറും. അപ്പോൾ ഏഷ്യ ഭൂഖണ്ഡത്തിൽ 2 ശക്തികൾ ഉയർന്നു വരാൻ പാടില്ല എന്ന് ചൈന മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ചൈന ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിലൊരു നീക്കം നടത്തുമ്പോൾ ട്രംപും പുടിനും തമ്മിൽ ഒരു ബന്ധം ഉരുത്തിരിഞ്ഞു വരുന്നു. എന്നിട്ട് ട്രംപും പുടിനോട് പറയുന്നു ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയ്ക്ക് പ്രത്യക്ഷമായിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ചൈന പാകിസ്ഥാനൊപ്പം ചേർന്നാൽ നേരെ അമേരിക്ക ഇന്ത്യക്കൊപ്പം വന്ന് യുദ്ധമുന്നണിയിലേക്ക് പങ്കാളിയാവും. ഒപ്പം ഇസ്രയേലും വരും. അത് ചൈനയ്ക്ക് വലിയ ക്ഷീണമാണ്. അപ്പോൾ നാശത്തിലേക്ക് കുതിക്കുന്ന അല്ലെങ്കിൽ സമ്പദ്ഘടനയിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാനൊപ്പം നിൽക്കാൻ ചൈന തയ്യാറാകുന്നില്ല. മാത്രമല്ല 1971 ചൈന കണ്ട ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ പ്രൊജക്റ്റുകളിലൂടെ ധാരാളമായിട്ട് ആയുധങ്ങൾ സ്വന്തമായി രൂപകൽപ്പന ചെയ്യുന്നു, നിർമ്മിക്കുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു. കൂടാതെ ഇന്ത്യക്ക് ആവശ്യമുള്ള റഫേൽ ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പം ആയുധ ശക്തിയിൽ നമ്മൾ വലിയ വളർച്ചയാണ് നേടിയിരിക്കുന്നത്. ആ ഇന്ത്യയെ വെല്ലുവിളിക്കാൻ ചൈന ശ്രമിച്ചാൽ അത് അപകടകരമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. മാത്രമല്ല ഇപ്പം ഈ പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ പാകിസ്ഥാനിൽ ശക്തമായ ആക്രമണം നടത്തി. 9 എയർബേസുകൾ തകർത്തു. ഒറ്റ രാത്രി കൊണ്ടാണ് നമ്മൾ അതെല്ലാം തകർത്തത്. അങ്ങനെ തകർത്തത് ഇന്ത്യയുടെ വ്യോമാതിർത്തി ലംഘിക്കാതെയാണ്. അതായത് അന്താരാഷ്ട്ര നിയമങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു അടി കൊടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അവിടെയാണ് ഈ അസീം മുനീറിൻ്റെ പാപ്പരത്തം മനസ്സിലാകുന്നത്. കാരണം ഇയാൾ ഒരു സൈന്യാധിപനാണെങ്കിലും ഇയാൾ മതകാര്യങ്ങളെ മുന്നിൽ വെച്ച് കളിക്കുന്ന ഒരു സൈന്യാധിപനാണെന്ന് പറയാം.
അതായത് സ്വന്തം രാജ്യത്തിൻ്റെ സൈനിക ശക്തി, അതുപോലെ സൈനിക പ്രാപ്തി, ശേഷി, ഇതൊക്കെ തന്നെ എതിർ രാജ്യത്തിൻ്റെ സൈനിക ശക്തിയുമായിട്ട് താരതമ്യം ചെയ്തതിന് ശേഷം വേണം അറ്റാക്കിന് മുതിരാൻ. ഇതൊന്നും ചെയ്യുന്നില്ല. മതകാര്യങ്ങൾ പറഞ്ഞ് പട്ടാളക്കാരെ പ്രലോഭിപ്പിച്ച് അതുപോലെ തന്നെ തീവ്രവാദികളെ മുന്നിൽ നിർത്തി ഒരാക്രമണം നടത്താനായിട്ട് ഇയാളങ്ങ് ശ്രമിച്ചു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ആധുനിക സജ്ജീകരണങ്ങൾ, അതുപോലെ തന്നെ വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ പതിപ്പ് എന്നിവയൊക്കെയുമായിട്ടാണ് കര, വ്യോമ, നാവികസേന മുന്നിലേക്ക് വന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ അസീം മുനീറിന് സാധിച്ചില്ല. അപ്പോൾ ഇയാളുടെ പ്രതീക്ഷ മുഴുവൻ ചൈന നൽകുന്ന യുദ്ധവിമാനങ്ങളും ചൈന നൽകുന്ന ഈ ഡ്രോണുകൾ, മറ്റായുധങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ച് ഇന്ത്യയെ പ്രതിരോധിക്കാമെന്നാണ്. പക്ഷേ രണ്ടാം തരം അല്ലെങ്കിൽ മൂന്നാം തരം എന്ന് വിളിക്കുന്ന ആയുധങ്ങളാണ് ചൈന നൽകിയത്. അതുകൊണ്ടാണ് ചൈനയുടെ യുദ്ധവിമാനത്തെ നമ്മൾ നിഷ്പ്രയാസം ആകാശ് എന്ന് പറയുന്ന മിസൈൽ ഉപയോഗിച്ച് അടിച്ചിട്ടത്. ഒപ്പം നമ്മൾ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് പാകിസ്ഥാൻ്റെ ആക്രമണങ്ങളുടെ മുന പൂർണ്ണമായിട്ട് ഓടിച്ചു. ഇതോടുകൂടി പാകിസ്ഥാൻ അപകടം മണത്തു തുടങ്ങി. മാത്രമല്ല അവരുടെ ആണവായുധങ്ങൾ സംഭരിക്കുന്ന മേഖലയിലേക്ക് പോലും ഇന്ത്യ ആക്രമണം നടത്തുന്ന സാഹചര്യമുണ്ടായി. ഇത് പാകിസ്ഥാനെ വല്ലാതെ ഭയപ്പെടുത്തി. അപ്പോൾ ചൈനയുടെ ലക്ഷ്യം അവിടെ ഒന്ന് തകർന്നു പോയെന്ന് പറയാം. കാരണം ലോകത്തെ സമ്പദ് വ്യവസ്ഥയിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യ പതുക്കെ പതുക്കെ 3ാം സ്ഥാനത്തേക്ക് വളർന്നു കയറുകയാണ്. ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ GDP തകരും, ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ താഴേക്ക് വരും. അപ്പോൾ ചൈനയ്ക്ക് വീണ്ടും മുകളിലേക്ക് കയറി വരാൻ പറ്റും. ഇത് ഷീ ജിൻപിങ്ങിൻ്റെ ഒരു തന്ത്രമായിരുന്നു. അതുകൊണ്ടാണ് ഈ ലഡാക്ക് മേഖലയിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. ഡെപ്സാങ്, ഡെംചോക്ക് തുടങ്ങിയ മേഖലകളിൽ നിന്ന് അവർ പിൻവാങ്ങുന്നു. എന്നിട്ട് പറയുന്നു ഇന്ത്യയിൽ ഞങ്ങൾ വലിയ നിക്ഷേപം നടത്തും, ഞങ്ങളും ഇന്ത്യയുമായിട്ട് വലിയ കൂട്ടുകെട്ടാണ്. മാത്രമല്ല ഈ സിലിഗുരി മേഖലയിൽ ബംഗ്ലാദേശ് ഞങ്ങൾക്ക് ഒരുപാട് അവസരം തരുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ അവിടേക്ക് നിക്ഷേപത്തിനൊന്നും വരുന്നില്ല എന്നൊക്കെ ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു നിഴൽ യുദ്ധം എന്നിട്ട് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് നടത്തുന്നു. അതായത് പാകിസ്ഥാൻ ഒരു കാലത്ത് ബംഗ്ലാദേശിൽ വംശഹത്യ വരെ നടത്തിയിട്ടുണ്ട്. ഇതേ ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ ഇപ്പോൾ ഒപ്പം ചേർത്തിരിക്കുകയാണ്. അപ്പോൾ ഇരു രാജ്യങ്ങളും ചേർന്ന് ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം വരുത്താം. ഏതാണ്ട് 3000-4000 കിലോമീറ്റർ ഉണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി എന്ന് പറയുന്നത്. ഈ അതിർത്തിയിൽ നേരത്തെ വലിയ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഇന്ത്യ ഒരുക്കിയില്ല. കാരണം ബംഗ്ലാദേശ് ഇന്ത്യക്ക് ഭീഷണിയല്ലായിരുന്നു. പക്ഷേ ചൈനീസ് ഇടപെടലിലൂടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശും ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇതിൻ്റെ ആത്യന്തികമായ കാര്യമെന്ന് പറയുന്നത് ഒരു ട്രേഡ് വാർ ഉടലെടുത്തു അമേരിക്കയും ചൈനയും തമ്മിൽ. മാത്രമല്ല ഈ ചൈനയെ വ്യാപാര രംഗത്ത് വളർത്തിയത് അമേരിക്കയാണ്. അപ്പോൾ വളർത്തിയ രാജ്യം തന്നെ അവരെ തളർത്താനായിട്ട് രംഗത്ത് വന്നപ്പോൾ ചൈന അതിനെ പേടിക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം നടന്നോട്ടെ. ഈ യുദ്ധം ഉണ്ടാകുമ്പോൾ ഇന്ത്യ സാമ്പത്തികപരമായി സൈനികപരമായിട്ടൊക്കെ കുറച്ച് ക്ഷീണം അനുഭവിക്കും. അതുകൊണ്ട് തന്നെ ഈ അസംതൃപ്തി അല്ലെങ്കിൽ എന്താ പറയുന്നത് സംഘർഷ സാധ്യത ഉള്ള ഒരു മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപകരെത്തില്ല. അതിനെ നമുക്ക് മുതലെടുക്കാം. ഇതിനിടയിൽ പാകിസ്ഥാൻ നേരിട്ട് ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെടുന്നു. വാഗ്മിയുമായിട്ട് ഫോണിൽ സംസാരിച്ചതിന് ശേഷം പറഞ്ഞു ഞങ്ങളെ സഹായിക്കണം, ഞങ്ങളെ ഇന്ത്യ കള്ളം പറഞ്ഞ് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അന്ന് വാഗ്മി പറഞ്ഞത് പാകിസ്ഥാൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ഏതറ്റം വരെയും പോകും. തുടർന്ന് ഇന്ത്യയെ വിളിച്ചു. ഇന്ത്യയെ വിദേശകാര്യമന്ത്രിയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നമ്മൾ സംസാരിച്ചത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലുമായിട്ടാണ്. അപ്പോൾ അജിത് ഡോവൽ കൃത്യമായിട്ട് വാഗ്മിയോട് പറഞ്ഞു നിങ്ങളാണ് ഈ തന്ത്രങ്ങൾക്ക് പിന്നിലെന്നും ചൈനീസ് ഇടപെടലുകൾ ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു. ഇനിയും നിങ്ങൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചാൽ ഞങ്ങൾ ചൈനയ്ക്കെതിരായിട്ടുള്ള നിലപാട് പരസ്യമായി പറയുമെന്ന് പറഞ്ഞു. ഇതോടുകൂടി ചൈന ഒരു സ്റ്റെപ്പ് പിന്നിലേക്ക് മാറി. കാരണം ചൈന പാകിസ്ഥാനൊപ്പം നിൽക്കുന്നു എന്ന് പരസ്യമായ ഒരു പ്രതീതി ഉണ്ടായാൽ അമേരിക്ക ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ചൈനയ്ക്കെതിരെ തിരിയും. മാത്രമല്ല റഷ്യ മാത്രമാണ് എല്ലാ കാലത്തും ചൈനയെ പിന്തുണയ്ക്കുന്നത്. അതേ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ അർപ്പിച്ചു. അപ്പോൾ റഷ്യയും ഇന്ത്യയുടെ കൂടെ നിൽക്കും. അപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ കൂടെ നിന്ന് സ്വയം അപഹാസ്യരായി മാറേണ്ടി വരുമെന്ന് ചൈന തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പതുക്കെ അവർ സ്റ്റെപ്പ് പുറകോട്ട് വെച്ചു. മാത്രമല്ല ചൈന പാകിസ്ഥാനിൽ വലിയ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതായത് ബലൂചിസ്ഥാൻ മേഖലയിൽ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്നു, അതുപോലെ തൊട്ടടുത്തൊരു എയർപോർട്ട് നിർമ്മിക്കുന്നു. അവിടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് പാലങ്ങളും റോഡുകളും ഒക്കെ നിർമ്മിച്ച് വലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടേക്കാണ് ഇന്ത്യ ആക്രമണം നടത്തുന്നത്. അതായത് ചൈന കോടികൾ നിക്ഷേപിച്ച സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. ഇനി അവിടെ നിന്ന് ഒരു റിട്ടേൺസും അവർക്കുണ്ടാകുന്നില്ല. മാത്രമല്ല ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന അവിടുത്തെ സൈനിക വിഭാഗം ഏതാണ്ട് ബലൂജ് മേഖലയെ സ്വതന്ത്രമാക്കി എന്നുള്ള നിലപാടെടുക്കുന്നു. ചൈനീസ് അധികൃതരെ പട്ടാളത്തെയൊക്കെ കണ്ടാലുടൻ തന്നെ വെടിവെച്ച് കൊല്ലുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നിലപാട് അവർ സ്വീകരിക്കുന്നത് ഇന്ത്യയുടെ സമ്മർദ്ദം കൊണ്ട്, റോയുടെ സമ്മർദ്ദം കൊണ്ടാണെന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇനിയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവിടെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെങ്കിലും
ഈ നിഴൽ യുദ്ധത്തിൻ്റെ പിന്നിൽ കൃത്യമായി പ്രവർത്തിച്ചത് ചൈനയാണെന്ന് ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ചൈന പാകിസ്ഥാൻ ആയുധങ്ങളൊന്നും നൽകാതെ തുർക്കിയിൽ നിന്ന് നിരവധി ഡ്രോണുകളൊക്കെ നൽകിയെങ്കിലും അവർ അക്കാര്യം ഏതാണ്ട് സ്ഥിരീകരിച്ചു. പക്ഷേ ചൈന പറയുന്നു ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ അത് ചെയ്യില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇന്ത്യയെ ഉപയോഗിച്ചുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുറേ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് നഷ്ടപ്പെട്ടു പോയ വിപണി തിരിച്ചു പിടിക്കാനുള്ള ചൈനീസ് തന്ത്രമായിരുന്നു. അത് നമ്മൾ പൊളിച്ചു കൊടുത്തു. നമ്മൾ പറഞ്ഞു അമേരിക്ക നടത്തുന്ന പോലെയുള്ള നിക്ഷേപം നടത്തുന്നത് ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ചാണ്. പക്ഷേ ചൈന ചെയ്യുന്ന തന്ത്രം കുറഞ്ഞ വിലയ്ക്ക് പ്രോഡക്റ്റുകൾ നിർമ്മിച്ചുകൊണ്ട് ഇന്ത്യയിലെ തദ്ദേശ വിപണിയെ തകർക്കാനുള്ള തന്ത്രമാണ്. സ്റ്റീലിൻ്റെ കാര്യത്തിൽ അത്തരം ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ നമ്മൾ വൻതോതിൽ തീരുവ വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ തുറമുഖങ്ങൾ അതുപോലെ പ്രധാന മേഖലകൾ ഇവിടെയൊക്കെ തന്നെ വലിയ നിക്ഷേപം നടത്തിയ ചൈനയ്ക്ക് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ബെനിഫിറ്റ് കിട്ടാതെ വരുന്നുണ്ട്. മാത്രമല്ല ആ ഭാഗത്തേക്ക് ഇന്ത്യയുടെ ആക്രമണം ഒപ്പം പാകിസ്ഥാനിലെ വിഘടനവാദികളുടെ ആക്രമണം, സിന്ധ്, ബലൂജ് അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിലുള്ള തദ്ദേശവാസികളുടെ പ്രതികരണം ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ ആർമിക്കെതിരാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ചൈനയ്ക്ക് കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പറയുകയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചൈനയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പാകിസ്ഥാനും ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് മോശം ആയുധങ്ങൾ നൽകി കബളിപ്പിച്ച രാജ്യമായി ചൈന മാറി എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരുപോലെ ചൈനയ്ക്ക് എതിരെ തിരിയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇനി ചൈന കാര്യങ്ങൾ ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും. ഒന്നുകിൽ ഞങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തില്ല എന്ന് പറയേണ്ടി വരും. എന്ത് നിലപാടാണ് ചൈന എടുക്കുന്നതെന്നാണ് ഇനി ലോകം നോക്കുന്നത്. എന്തായാലും ഈ നിഴൽ യുദ്ധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ചൈനയാണെന്ന് ഏതാണ്ട് ലോകത്തിന് മുന്നിൽ വെളിപ്പെട്ടു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.